നാളെ കർക്കിടക വാവാണ്. അപ്പോൾ നാളെ പിതൃതർപ്പണം ചെയ്യുന്നവർക്ക് ഇന്ന് ഒരിക്കലാണ്. ഒരിക്കലെന്ന് വെച്ചാൽ ഒരു നേരത്തെ ഭക്ഷണം. ഓരോ നാട്ടിലും ഓരോ രീതികളാണ് ഫോളോ ചെയ്യുന്നത്. ചിലർ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ചേട്ടൻ 5 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നത് ഒരു നേരത്തെ ആഹാരമാണ്. രാവിലെയും രാത്രിയും ആഹാരം കഴിക്കാറില്ല. ഉച്ചയ്ക്ക് പച്ചരി ചോറ് നിർബന്ധമാണ്. അതിൻ്റെ ഒപ്പം ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, ഉപ്പും പുളിയും ഞവടിയത്, തൈര്, ഇത്രയും മാത്രം മതി, വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു വാഴത്തട കിട്ടിയത് കാരണം ഞാനതിന് കടുവറുക്കാതെ, ചേട്ടന് കടുവറുക്കാതെ വേണമെന്നാണ് പറഞ്ഞത്. വ്രതമായിട്ടിരുന്നാണ് പിതൃതർപ്പണം ചെയ്യേണ്ടത്, മൃഷ്ടാന്നം കഴിച്ചിട്ടല്ല. പിതൃതർപ്പണം ചെയ്തതിന് ശേഷമാണ് സദ്യ ഒരുക്കി കൊടുക്കുന്നത്. ഇതിലേതാണ് ശരി തെറ്റ് അങ്ങനെയൊന്നും എനിക്കറിയില്ല. എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ ചെയ്തു. ഞാനങ്ങനെ നല്ല അടിപൊളിയായിട്ടൊരു ചമ്മന്തിയും ഉപ്പും പുളിയും ഞവടിയതും പിന്നെ ഈ തോരനും നല്ല കട്ടത്തൈരും ഇഞ്ചിക്കറിയും ഒക്കെ വെച്ച് ഉച്ചയ്ക്ക് എല്ലാവർക്കും അത് തന്നെയായിരുന്നു. ചേട്ടന് മാത്രമല്ല, പിന്നെ കുട്ടികൾക്ക് മാത്രം രാവിലെയും വൈകുന്നേരമൊക്കെ ഞാൻ ടിഫിൻ കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഉച്ചഭക്ഷണം മാത്രം തന്നെയാണ്. അപ്പം നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കമൻറ്റിലൂടെ അറിയിക്കൂ. നമ്മുടെ അച്ഛനമ്മമാരും അവരുടെ അച്ഛനമ്മമാരും അവരുടെയും മുൻഗാമികളും ഒക്കെ ഉള്ളതുകൊണ്ടായിരുന്നു നമുക്ക് ഈ പുണ്യമായ ജന്മം നമുക്ക് ലഭിച്ചത്. അപ്പോൾ അവരെ ഓർമ്മിക്കാനുള്ള, വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരെ ഓർമ്മിക്കാനുള്ള ഒരു ദിവസമായിട്ടാണ് ഈ കർക്കിടക മാസത്തെ വാവുബലി ദിവസത്തെ പിതൃതർപ്പണത്തിലൂടെ നമ്മൾ ശീലിച്ചു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. നാളത്തെ പിതൃതർപ്പണത്തിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ.